തിരുവനന്തപുരം തിരുമല കുന്നപ്പുഴയിൽ വീട് കയറി ആക്രമണം. ഇതര സംസ്ഥാനക്കാർ കൂട്ടമായി താമസിക്കുന്ന വീട്ടിലാണ് ആക്രമണമുണ്ടായത്. ക്രിസ്മസ് പരിപാടിക്ക് കൂടുതൽ പണം നൽകിയില്ലെന്ന് ആരോപിച്ചായിരുന്നു ആക്രമണം. ആക്രമണത്തിന് പിന്നിൽ ഡിവൈഎഫ്ഐ പ്രവർത്തകരെന്നാണ് ആരോപണം. ഇതര സംസ്ഥാന തൊഴിലാളികൾ താമസിക്കുന്ന വീട്ടിലാണ് ഡിവൈഎഫ്ഐ പ്രവർത്തകരുടെ അതിക്രമമുണ്ടായത്. കഴിഞ്ഞ ഞായറാഴ്ചയായിരുന്നു ക്രിസ്മസ് പിരിവെന്ന പേരിൽ ഡിവൈഎഫ്ഐ പ്രവർത്തകർ ഇവർ താമസിക്കുന്ന വീട്ടിൽ ആദ്യമെത്തുകയും പണം ആവശ്യപ്പെടുകയും ചെയ്തത്. ഒരു വർഷം കൊണ്ട് ജോലി ചെയ്യുന്നത്, മാസം തോറുമുള്ള സാലറി 30,000 രൂപ വെച്ച് ഞാനാണ് കൊടുക്കുന്നത്. ആ സാലറിയാണ് ഇവിടെ വച്ചിരുന്നത്. വന്ന് ആ പയ്യന്മാരൊക്കെ വന്ന് എടുത്തുകൊണ്ട് പോകാനിടയായത്. റൂമൊക്കെ അടിച്ചു പൊട്ടിക്കുകയും ഭക്ഷണ സാധനങ്ങളകത്ത് വാരിയെറിയുകയൊക്കെ ചെയ്ത് കൊണ്ടുപോയത്. കൊടുത്ത പണം കുറഞ്ഞുവെന്ന പേരിൽ തൊട്ടടുത്ത ദിവസം വീണ്ടും ഡിവൈഎഫ്ഐ പ്രവർത്തകർ ഇവരുടെ വീട്ടിലെത്തി ഇരട്ടിപ്പണം ആവശ്യപ്പെടുകയും ചെയ്തു. പണം കൊടുക്കാത്തതിനെ തുടർന്ന് അസഭ്യവർഷവും. തുടർന്ന് പൂജപ്പുര സ്റ്റേഷനിൽ പരാതി നൽകിയെങ്കിലും പോലീസ് ഒത്തുതീർപ്പിന് ശ്രമിച്ചെന്നാണ് ആരോപണം. ഞങ്ങൾ 500 രൂപ കൊടുത്തു, ഇനിയും വേണമെന്നും പറഞ്ഞിട്ട് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ പറഞ്ഞ് അവരങ്ങ് പോയിട്ട് ഇന്നലെ വന്നിട്ട് വീണ്ടും പൈസ ചോദിച്ചു. അപ്പോൾ 400 രൂപ കൊടുത്തു. അത് പോരാ, ഇനിയും വേണമെന്ന് പറഞ്ഞു. അപ്പോഴെന്നെ ഇതിലെ ഒരു പയ്യൻ്റെ അടുത്ത് പറഞ്ഞു, നീ റോട്ടിൽ കയറണമെങ്കിൽ നിൻ്റെ തല വെട്ടിയെടുക്കും. കുറേ ചീത്തയും വിളിച്ചു അനാവശ്യം. എന്നിട്ട് ഇവർ കൊണ്ടുവന്ന് ഒരു പേപ്പർ കൊടുത്തു. ഇന്ന് അവരെല്ലാവരെയും അവിടെ വിളിച്ചിട്ട് ഇനി ഒരു പ്രശ്നം ഉണ്ടാക്കരുതെന്ന് പറഞ്ഞ് വിട്ടു. പോലീസിൻ്റെ ഭാഗത്തു നിന്ന് കൃത്യമായ ഇടപെടൽ ഉണ്ടായാലേ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നീതി കിട്ടുകയുള്ളൂ. ഇത് ഇനിയും ആവർത്തിക്കാതിരിക്കാൻ ശക്തമായി പോലീസ് ഇടപെടണം എന്ന് തന്നെയാണ്, എഫ്ഐആർ ഇട്ട് തന്നെ ഇടപെടണം എന്നാണ് എൻ്റെ അഭിപ്രായം. പരാതി നൽകി മടങ്ങിയെത്തിയപ്പോഴായിരുന്നു ഡിവൈഎഫ്ഐ പ്രവർത്തകരുടെ സംഘം ചേർന്നുള്ള ആക്രമണം. വീട്ടുസാധനങ്ങളും വാഹനങ്ങളും വരെ അക്രമികൾ തല്ലി തകർത്തു. വീട്ടിൽ താമസിച്ചിരുന്നവരിൽ പലർക്കും തലയ്ക്കും മുഖത്തും പരിക്കേറ്റിട്ടുണ്ട്. ജനം, തിരുവനന്തപുരം.